ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇപ്പോൾ സുംബയാണ് ചർച്ചാ വിഷയം. ഈ ഒരു സുംബ ഡാൻസിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുകയും അതുപോലെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഓരോ വിഷയങ്ങളും അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊള്ളുകയും അതുപോലെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഞാൻ കണ്ടിരിക്കുന്നത് ഈ സുംബ ഡാൻസ് ചെയ്യുന്ന ആളുകളിൽ കൂടുതൽ പേരും ശരീരത്തെ ഫിറ്റ്നസ് ആക്കുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് പല ഫിറ്റ്നസ് സെൻ്ററുകളിലും ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണമായിരുന്നു. അതിപ്പോൾ സ്കൂളുകളിൽ കൊണ്ടുവരുമ്പോൾ രക്ഷിതാക്കളുടെ അടുത്ത് കൂടെ ഒരു അഭിപ്രായം ചോദിക്കാമായിരുന്നു എന്നതുകൂടെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ് എൻ്റെ അഭിപ്രായം. കാരണം PTA മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ തല മീറ്റിങ്ങുകളിലൊക്കെ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്കൊരു അവകാശമുണ്ട് അല്ലേ? നമ്മളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും പറയാനുള്ള ഒരു വേദി അല്ലെങ്കിൽ ഒരു സമയം നമുക്ക് അനുവദിച്ച് തരുന്നത് PTA മീറ്റിങ്ങിലാണ്. ആ PTA മീറ്റിങ്ങിലാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സംസാരിക്കുന്നത്. ആ സമയത്ത് ഒരു അഭിപ്രായം ചോദിക്കാമായിരുന്നു. കാരണം അതിലെ പല രക്ഷിതാക്കൾക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം എന്താണോ അതിനെ മാനിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെന്നുള്ള അഭിപ്രായമുള്ളവളാണ് ഞാൻ. പിന്നെ എൻ്റെ മകൻ ഇപ്പം സുംബ ഡാൻസുമായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ. അവന് താല്പര്യമില്ലെങ്കിൽ അവനെ ഒരിക്കലും നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഡാൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സസൈസിലേക്ക് കൊണ്ടുപോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇതിൽ കൂടെ തന്നെ ഞാൻ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ സ്പോർട്സ് നമ്മുടെ സ്കൂളുകളിലൊക്കെ സ്പോർട്സ് നടക്കുകയാണ്. ആ സ്പോർട്സ് നടക്കുമ്പോൾ ഓരോ ക്ലാസ്സുകളിലെ കുട്ടികളെയും വിളിച്ചുകൊണ്ട് ടീച്ചേഴ്സ് പറയുന്നതാണ്, നിങ്ങൾക്ക് സ്പോർട്സിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 5 കുട്ടികൾ എണീക്കുന്നു, ബാക്കി എല്ലാവരും ഇരിക്കുന്നു. 5 പേരും ഒരേ സ്പോർട്സ്, അതിൽ ഓരോ വിഭാഗങ്ങളുണ്ടാവും. വോളിബോൾ ഉണ്ടാവും, ക്രിക്കറ്റ് ഉണ്ടാവും, അതുപോലെ ലോങ് ജമ്പ് ഉണ്ടാവും, ഹൈ ജമ്പ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 5 കുട്ടികളും 5 തല പരിപാടികളിലാണ് അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കായിക ഇതിലാണ് അവർ ചേരുന്നത്. ഈ 5 എണ്ണവും ഡിഫറെൻ്റ് ആയിരിക്കും. 5ഉം വേറെയാണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ചേരുന്നില്ല എന്ന് വിചാരിച്ച് ആ ക്ലാസ്സിലെ ടീച്ചർമാർക്ക് അല്ലെങ്കിൽ ആ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ നീ ഇന്നതിൽ ചേരണം, നീ ഇന്നതിലത്തെ ചേരാൻ പാടുള്ളൂ, അങ്ങനെ ചേരാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ് ചെയ്ത് അവരെ വിടാറുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് സുംബ ഡാൻസിന് താല്പര്യമുള്ള ആളുകൾ പേര് നൽകുക. ഇന്ന ആൾക്കാരെ താല്പര്യമുള്ള ആളുകളുമായിട്ട് സുംബ ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്രയേ പാടുള്ളൂ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങളെ PT സാറുണ്ട്, പൗലോസ് മാഷ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ എക്സസൈസാണ് അടിപൊളി എക്സസൈസ്. അദ്ദേഹം പറയുന്ന എക്സസൈസുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണർവും ഓജസ്സും തേജസ്സും ഫിറ്റ്നസ്സും ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് തന്നെ നമുക്കറിയില്ല. അങ്ങനെ നല്ല രീതിയിൽ ഫിറ്റ്നസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫിറ്റ്നസ്സിനോട് പൊരുതി അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് പഠിപ്പിക്കാൻ അറിയുന്ന മാഷുമാരെ നമ്മൾ ആദ്യം കണ്ടെത്തണം. എക്സസൈസിൻ്റെ ആ ഒരു ഇതിനെ പൂർണ്ണ രൂപമാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ താല്പര്യമില്ലാത്ത കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളെല്ലാവരും സുംബ ഡാൻസ് ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ചർച്ചാ വിഷയമാകുമ്പോൾ മതവും സുംബയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ വ്യക്തി സ്വാതന്ത്ര്യമാണല്ലേ. ചില ആളുകൾ എന്താ പറയുക, മതപഠനം നടത്തുന്ന ആളുകളുണ്ട്. ചില ആളുകൾ മതത്തെ എന്താ പറയുക ജീവശ്വാസവും ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അവർ ചിട്ടയായി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഡാൻസും കൂത്തൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാവും. അതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുന്നതും തെറ്റാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിന് പുറമേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വേണ്ടെന്നല്ല. പക്ഷെ അത് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാവുകയും മറ്റുള്ളവരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരരുത്. അത് ഒന്നുകൂടെ രക്ഷിതാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ട് കൊണ്ടുവരാമായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്,
ഞാൻ ഒരാളുകളും ഇതിൽ മതം കൊണ്ടുവരണ്ട എന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് വേറൊന്നുമല്ല. ഇതൊരു പൊതുസമൂഹത്തിലെ ഒരു വിഷയമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യം ആയതുകൊണ്ട് ഞാനൊരു അമ്മയാണ്. അപ്പോൾ ആ അമ്മയായ നിലയ്ക്ക് ഞാൻ പ്രതികരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കില്ല തൊട്ടപ്പുറത്തുള്ള ഒരു മോളുടെ അല്ലെ കുട്ടിയുടെ എന്താ പറയുക അമ്മ പ്രതികരിക്കുന്നുണ്ടാവുക. അവർ പറയും സുംബ ഡാൻസ് അടിപൊളിയാണ്, ആക്റ്റീവ്, നമ്മുടെ കുട്ടികൾക്ക് നല്ല ആക്റ്റീവ് ഉണർവും ഒക്കെ നൽകുന്നത് ഈ ഒരു സുംബ ഡാൻസ് കൊണ്ട് ഗുണമേ ഉള്ളൂ, അതിൽ ഒരിക്കലും ദോഷമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറയാലോ, എനിക്കതിലൊന്നും താല്പര്യമില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ എല്ലാ ആളുകളുടെ മുന്നിലും ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുന്നതും, ചിലപ്പോൾ ഡാൻസ് എന്ന് വെച്ചാൽ അതൊരു പ്രത്യേകതരം ഡാൻസാണ്, അത് ശരീരത്തിനെ ഇങ്ങനെ കറക്കിക്കൊണ്ടുള്ള ഡാൻസാണ്. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ലല്ലോ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ കാണാം, എന്തൊക്കെ ആരൊക്കെ ഉൾക്കൊള്ളും ആരൊക്കെ ഉൾക്കൊള്ളില്ല എന്നൊക്കെ. എന്തായാലും ഉൾക്കൊള്ളാത്ത ആളുകളെ എന്തു ചെയ്യും, ഉൾക്കൊണ്ട ആളുകളെ എന്തു ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.